സൈലം ബാങ്കിങ്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന IBPSന്റെ കലണ്ടർ റിലീസ് ആയിട്ടുണ്ട്. എക്സ്പെക്ടഡ് ഡേറ്റ്സ് 2026 എന്നൊക്കെയായിരിക്കും എക്സാം എന്നുള്ള ഒരു എക്സ്പെക്ടഡ് ഡേറ്റ്സിന്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എക്സ്പെക്ടഡ് ഡേറ്റ്സ് ആണ് അല്ലെ. പക്ഷെ ഇപ്പൊ കൃത്യമായി എന്നൊക്കെയായിരിക്കും IBPS PO, IBPS ക്ലർക്ക്, RRB PO, RRB ക്ലർക്ക് ഈ എക്സാംസ് ഒക്കെ പ്രിലിംസും മെയിൻസും ഒക്കെ ഏത് ദിവസമായിരിക്കും നടക്കാൻ പോകുക എന്ന് കൃത്യമായ ഒരു ഡേറ്റ IBPS കലണ്ടർ വന്നതോട് കൂടിയിട്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. സോ ഇനി എത്ര ദിവസം ഉണ്ട് എക്സാമിന്, അതിനനുസരിച്ച് നമുക്ക് കൃത്യമായ സ്ട്രാറ്റജിയോട് കൂടി പ്ലാൻ ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയാലോ. യെസ്, അപ്പോ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന IBPS കലണ്ടറിനകത്തില് നമ്മളുടെ IBPS POയുടെയും IBPS ക്ലർക്കും അതേപോലെ തന്നെ RRB POയുടെയും RRB ക്ലർക്കും ദെൻ അവരുടെ തന്നെ സ്പെഷ്യലിസ്റ്റ് ഓഫീസറിന്റെയും ഡേറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. ഈ വർഷം മുതൽ ആദ്യം നടക്കാൻ പോകുന്ന പരീക്ഷ SBI ആയിരിക്കും എന്ന് നമ്മളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അപ്ഡേറ്റ്സ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോ പ്രൊബേഷണറി ഓഫീസർ IBPS POയുടെ പ്രിലിംസിന്റെ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ഓഗസ്റ്റ് 22ഉം 23ഉം ആണ്. അപ്പൊ ഉറപ്പിച്ചോ, അതിനു മുന്നേ ആരുണ്ടായിരിക്കും? SBI PO ഉണ്ടായിരിക്കും. ആദ്യം SBI PO, IBPS PO, RRB PO. POയുടെ ഓർഡറും അതേപോലെ തന്നെ SBI ക്ലർക്ക്, IBPS ക്ലർക്ക് ആൻഡ് RRB ക്ലർക്ക് ഈ ഓർഡറിലായിരിക്കും പോകുക എന്നുള്ളത് നമ്മൾ അറിഞ്ഞ കാര്യമാണ്. അപ്പൊ 22-23 IBPS POയുടെ പ്രിലിംസ് ഉണ്ടെങ്കിൽ അതിനു മുന്നേ SBI POയുടെ പ്രിലിംസ് ഉണ്ടായിരിക്കും. സോ ഓൾമോസ്റ്റ് നമുക്ക് ഓഗസ്റ്റ് ഒരു ഫസ്റ്റ് വീക്കിൽ SBIയുടെ പ്രിലിംസ് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അതിന്റെയും ഒരു ഡീറ്റെയിൽസ്, അതിന്റെയും നോട്ടിഫിക്കേഷൻസ് വരും. അന്നേരം നമുക്കതറിയാം. എങ്കിലും ആ ഒരു സമയത്തേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പ്രതീക്ഷിക്കാം. ഇനി ഇവരുടെ IBPS POയുടെ മെയിൻസ് എക്സാം എന്ന് പറയുന്നത് 4th ഒക്ടോബറിനാണ്. അപ്പൊ ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ ഒരു മാസം മാത്രമാണ് നമുക്ക് മെയിൻസിന് കിട്ടുക. ഒക്ടോബർ 4-ന് IBPS POയുടെ മെയിൻസ് ഉണ്ട്. ദെൻ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ആണെങ്കിൽ 29 ഓഗസ്റ്റിനാണ് പ്രിലിംസ് വരിക. ദെൻ 1 നവംബറിനായിരിക്കും അതിന്റെ മെയിൻസ്. IBPS ക്ലർക്ക്, കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് എന്ന് പറയുന്നത് IBPS ക്ലർക്കാണ്. അതിന്റെ പ്രിലിംസ് 10-11 ഒക്ടോബർ 10-11നാണ് IBPS ക്ലർക്കിന്റെ പ്രിലിംസ്. മെയിൻസ് വരുന്നത് ഡിസംബർ 27-നാണ്. അപ്പൊ IBPSന്റെ ഡേറ്റ്സ് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി. ഇനിയും RRBയോ, നമ്മുടെ റീജിയണൽ റൂറൽ ബാങ്കിന്റെ ഇവിടെ നോക്കിക്കേ, RRB PO ആണ് ഈ ഓഫീസർ സ്കെയിൽ പറഞ്ഞിട്ടുള്ളത്. RRB POയുടെ പ്രിലിമിനറി എക്സാമിനേഷൻ വരുന്നത് 21-22 നവംബർ 21-22നാണ്. അത്രയും സമയമുണ്ട് RRBക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ. ദെൻ മെയിൻസ് വരുന്നത് 20 ഡിസംബറിനാണ്. അപ്പൊ ഓൾമോസ്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, എല്ലാത്തിന്റെയും മെയിൻസ് അടുപ്പിച്ച. ഇവിടെ IBPS ക്ലർക്കിന്റെ മെയിൻസ് 27 ഡിസംബർ ആണെങ്കിൽ RRB POയുടെ മെയിൻസ് എന്ന് പറയുന്നത് ഡിസംബർ 20-നാണ്. ഓൾമോസ്റ്റ് മെയിൻസ് എല്ലാം അടുപ്പിച്ചടുപ്പിച്ച് വരുന്നുണ്ട്. നമുക്ക് പ്രശ്നമൊന്നുമില്ല. എല്ലാത്തിന്റെയും സിലബസ് സെയിം, ലെവലിലുള്ള ഒരു വ്യത്യാസം മാത്രമേ എക്സാമിനുള്ളൂ. ദെൻ അതേപോലെ തന്നെ ഓഫീസ് അസിസ്റ്റന്റ് നോക്കിക്കേ, RRBയുടെ ഓഫീസ് അസിസ്റ്റന്റ്, ദാറ്റ് മീൻസ് RRB ക്ലർക്ക്. അതിന്റെ പ്രിലിംസ് വരുന്നത് ഡിസംബർ 6, 12, 13 തീയതികളിലാണ്. മെയിൻസ് വരുന്നത് ജനുവരി 30-ന്. ഇപ്രാവശ്യം ഫെബ്രുവരി 1-നായിരുന്നു. 1-ന് നടക്കാൻ പോകുന്നതേ ഉള്ളൂ നമ്മുടെ RRB ക്ലർക്കിന്റെ മെയിൻസ്. അപ്പൊ ഇവിടെ RRB ക്ലർക്കിന്റെ മെയിൻസ് ജനുവരി 30-നായിരിക്കും. എപ്പോ? 2027. അപ്പൊ ഡേറ്റ്സ് ഒക്കെ നമ്മളുടെ കയ്യിൽ കിട്ടി. ഇനി നമുക്ക് ആ പ്രിലിംസിന്റെ ഡേറ്റ് ഒന്ന് നമുക്ക് നോക്കിയാൽ, അതായത് ഓൾമോസ്റ്റ് അടുപ്പിച്ച് വരുന്ന എക്സാംസ് ആരൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. എന്തായാലും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആരുണ്ട്, നമ്മളുടെ SBI ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൻ്റെത് വന്നിട്ടില്ല. അപ്പോ ഇവിടെ 22-23-ന് പ്രിലിംസ് ഉണ്ട് IBPS PO. പിന്നെ നമുക്കുള്ള പ്രിലിംസ് എന്ന് പറയുന്നത് ഒക്ടോബറിലാണ്. പക്ഷെ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, 4th ഒക്ടോബറിൽ നമ്മളുടെ IBPS POയുടെ മെയിൻസ് ഉണ്ട്. അതേപോലെ തന്നെ 10-11 അത് കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് 10-11 ഒക്ടോബർ 10-11 ആരുടെ പ്രിലിംസ് ഉണ്ട്? IBPS ക്ലർക്കിന്റെ പ്രിലിംസ് ഉണ്ട്. പിന്നെ നവംബർ ഒരു മാസം, അല്ലെങ്കിൽ നവംബർ മാത്രമല്ല, ഇച്ചിരി ഒരു ഗ്യാപ്പ് നമുക്ക് IBPS ക്ലർക്ക് മെയിൻസിന് കിട്ടിയിട്ടുണ്ട്. ഡിസംബർ ലാസ്റ്റിലേക്കേ ഉള്ളൂ. പിന്നെ ഇവിടെ നവംബറിലാണ് പിന്നെ RRB POയുടെ പ്രിലിംസ് വരുന്നത്. പക്ഷെ അത് നവംബർ ലാസ്റ്റ് വീക്കാണ്. അതേപോലെ തന്നെ ഡിസംബർ ഫസ്റ്റ് വീക്കിൽ തന്നെ, സെക്കൻഡ് വീക്കിൽ തന്നെ എന്തുണ്ട്? RRBയുടെ ക്ലർക്ക് ഉണ്ട്. ഓൾമോസ്റ്റ് സെയിം അടുപ്പിച്ചടുപ്പിച്ചാണ് എല്ലാ എക്സാംസും വരുന്നത്. ഇവിടെ 20-നാണ് മെയിൻസ് വരുന്നത്. അതേപോലെ തന്നെ 27-നും മെയിൻസ് ഉണ്ട്. പിന്നെ മെയിൻസ് വരുന്നത് 30 ജനുവരിയിലാണ്. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ എന്തുകൂടെ ഉണ്ടാകും? ഇതേപോലെ SBIയുടെയും കൂടെ വരും. നമുക്കിപ്പോ അത്യാവശ്യം ഓഗസ്റ്റിൽ നമ്മുടെ എക്സാം സീസൺ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യം മനസ്സിലായി അല്ലെ. ഓഗസ്റ്റിൽ എക്സാം സീസൺ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അടുപ്പിച്ചടുപ്പിച്ച് നമുക്ക് എക്സാംസ് ആവും. പ്രിലിംസും ഉണ്ടാകും, മെയിൻസും ഉണ്ടാകും. നമ്മളപ്പോ
ശരിക്കും ചെയ്യേണ്ട ഒരു കാര്യം ഈ ഓഗസ്റ്റ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ, അതായത് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മളുടെ പ്രിപ്പറേഷൻ അടിപൊളിയാക്കണം. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നവര് 2 ആൾക്കാരുണ്ടാകും. ഒന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഉണ്ടാകും, തുടക്കക്കാരും ഉണ്ടാകും. ആദ്യം തുടക്കക്കാരോട് പറയാം. തുടക്കക്കാർ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇന്ന് തന്നെ, ഈ നിമിഷം തന്നെ 2026 എക്സാംസിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മളുടെ സബ്ജക്ട്, അതായത് ഇത്രയും എക്സാംസിനും കൂടെ ഒറ്റ സിലബസാണ്. ഇത്രയും നമ്മൾ ഈ പറഞ്ഞ 4 എക്സാംസിനും ഒറ്റ സിലബസ് ആണ്. അതിപ്പോ SBI വന്നാലും എല്ലാം ഒരേ സിലബസാണ്. ഒറ്റ സിലബസും ഒരുപാട് പരീക്ഷകളുമാണ്. 4 സബ്ജക്ട് എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ് ആൻഡ് ബാങ്കിങ് അവയർനെസ്. ഇത് കൂടാതെ നമുക്ക് ഇൻഷുറൻസ് എക്സാമും ഉണ്ട്. അതിനും ഇതേ സിലബസ് തന്നെയാണ്. കറണ്ട് അഫയേഴ്സിൽ ഇൻഷുറൻസ് ബേസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആയിരിക്കും അവിടെ കൂടുതൽ ചോദിക്കുക. അതാണ് വ്യത്യാസം. അത് കൂടാതെ നമുക്ക് FCIയുടെ എക്സാംസ് വരും. ഇതിനെല്ലാം സെയിം സിലബസാണ്. ക്ലർക്ക് ആകുമ്പോൾ ഇച്ചിരി ലെവൽ കുറവായിരിക്കും ക്വസ്റ്റ്യന്, POയ്ക്ക് ഇച്ചിരി ലെവൽ കൂടുതലായിരിക്കും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതിൽ ഏറ്റവും ലെവലുള്ള ഹൈ ലെവൽ എക്സാം എന്ന് പറയുന്നത് നമ്മുടെ SBI PO ആണ്. അതായിരിക്കും ആദ്യം നടക്കാൻ പോകുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴേക്ക് വരുന്ന എല്ലാ എക്സാംസും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇന്ന് മുതൽ തന്നെ ഈ 4 സബ്ജക്റ്റും പറഞ്ഞല്ലോ, അതില് ഇംഗ്ലീഷിന്റെയും ക്വാണ്ടിന്റെയും റീസണിങ്ങിന്റെയും ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെ എൻറ്റയർ സിലബസ് കംപ്ലീറ്റ് ആക്കണം. ഓരോ സബ്ജക്റ്റിനകത്തിലും ഏതൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളത്, ഓരോ സബ്ജക്റ്റിന്റെയും ഓരോ ടോപ്പിക്സ് എടുത്ത് നല്ല വൃത്തിക്ക് പഠിക്കുക. ആ ടോപ്പിക്സ് ഫസ്റ്റ് ഓഫ് ഓൾ കവർ ചെയ്യണം. കംപ്ലീറ്റ് കോൺസെപ്റ്റും മനസ്സിലാക്കുക. നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരുന്ന രീതിയിലല്ല മാത്സ് ഒരിക്കലും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിക്കേണ്ടത്. അപ്പൊ കൃത്യമായ സ്ട്രാറ്റജിയോട് കൂടിയിട്ട് തന്നെ ഓരോ സബ്ജക്റ്റും നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഓഫ് ഓൾ എൻറ്റയർ സിലബസ് കംപ്ലീറ്റ് ചെയ്യണം. നമ്മുടെ എക്സാം എന്ന് പറയുന്നത് സ്പീഡും ആക്യുറസിയും ഒരേപോലെ വേണ്ട സബ്ജക്ട്സ് ആണ്, അല്ലെങ്കിൽ ഒരേപോലെ വേണ്ട എക്സാംസ് ആണ് നമുക്ക്. അത് ക്വാണ്ട് ആണെങ്കിലും റീസണിംഗ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും നമുക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ കറക്കി കുത്താൻ പറ്റില്ല. സോ ഫസ്റ്റ് ഇതിന്റെ കോൺസെപ്റ്റ്സ് എല്ലാം നന്നായി മനസ്സിലാക്കി കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ബോധം ഉറപ്പായിട്ടും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. നിങ്ങൾ ഒരു ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എൻറ്റയർ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക്. അപ്പൊ അതില് നിങ്ങളപ്പോ ആദ്യമേ സ്പീഡിന്റെ പുറകിന് ഓടണ്ട. കംപ്ലീറ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കി ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ അറിയാതെ തന്നെ സ്പീഡ് കൂടിക്കോളും. ഓക്കെ, ഇനി റിപ്പീറ്റേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ചിലർക്ക് പ്രിലിംസ് കയറുന്നുണ്ടാകില്ല, ചിലർക്ക് പ്രിലിംസ് കിട്ടുന്നുണ്ടാകും, മെയിൻസിനായിരിക്കും ബുദ്ധിമുട്ട്. മെയിൻസ് കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ മെയിൻസ് വളരെ കുറച്ച് മാർക്കുകൾക്ക് പോകുന്നു, അല്ലെങ്കിൽ മെയിൻസിലേക്ക് അടുക്കാൻ പറ്റുന്നില്ല. ഈ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരായിരിക്കും ബാക്കിയുള്ളവര്. അപ്പൊ നിങ്ങളോടും നിങ്ങൾ പഠിച്ച സിലബസ് എല്ലാം ഒന്നും കൂടെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, തറവാക്കണം. അല്ലെ, നിങ്ങൾ പഠിച്ചതിനകത്തിൽ എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് വിട്ടുപോയിട്ടുണ്ടോ, ഒന്നും കൂടെ ഒന്നേന്ന് നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് അറിയാമായിരിക്കും. പക്ഷെ അതൊന്നും കൂടെ റിവൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നിട്ട് നിങ്ങളുടെ പ്രാക്ടീസ് നന്നായി കൂട്ടുക. അത് പ്ലാൻ ചെയ്ത് പഠിക്കണം. 4 സബ്ജക്റ്റിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻസി ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ആ കൺസിസ്റ്റൻസിയോട് കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ. സ്പീഡും ആക്യുറസിയും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള പ്രാക്ടീസ് വളരെ അത്യാവശ്യമാണ്. എങ്കിലേ എക്സാം ക്രാക്ക് ചെയ്യാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സാധിക്കത്തുള്ളൂ. അതിപ്പോ തൊട്ട് തന്നെ തുടങ്ങണം. നമ്മൾ നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കിന് തന്നെ 100% പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ് കവർ ചെയ്ത് സെക്ഷണൽ ടെസ്റ്റും ടോപ്പിക് ടെസ്റ്റും സെക്ഷണൽ ടെസ്റ്റും ഫുൾ ലെങ്ത് ടെസ്റ്റും ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ടിരിക്കണം. പിന്നെ ഉള്ളത് നമ്മൾ ആ കറണ്ട് അഫയേഴ്സ് മാത്രം അപ്ഡേറ്റ് ചെയ്ത് പോകാൻ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പാടുള്ളൂ. ഓക്കെ, ഇനി ഇതെങ്ങനെ പഠിക്കും എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നിങ്ങളൊരു ബിഗിനർ ആണ്, നിങ്ങൾക്കൊന്നും അറിയില്ല, ബാങ്ക് എക്സാംസിനെ പറ്റിയിട്ട് ഒന്നും അറിയില്ല, സബ്ജക്റ്റിനെ പറ്റിയിട്ട് സബ്ജക്റ്റിനകത്ത് ഏതൊക്കെ ടോപ്പിക്സ് ഉണ്ടോ ഒന്നും നിങ്ങൾക്ക് അറിയില്ല. ബേസ് മുതൽ പഠിക്കേണ്ട ഒരാളാണെങ്കിൽ നമ്മുടെ സൈലം ബാങ്കിങ്ങിനോടൊപ്പം നിങ്ങൾക്ക് ഓൺലൈനായി ജോയിൻ ചെയ്യാം. നമ്മുടെ ബാങ്ക് റെഗുലർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാത്തിന്റെയും ലൈവ് ക്ലാസ്സസ് ആണ്. അതിന്റെ എല്ലാം റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ, നിങ്ങളൊരു ബിഗിനർ ആണ്, നിങ്ങൾക്ക് ബേസ് മുതൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാങ്ക് റെഗുലർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ വളരെ കുറച്ച് ക്ലാസ്സസ് മാത്രമേ ആയിട്ടുള്ളൂ. അതിന്റെ എല്ലാം റെക്കോർഡഡ് സെഷൻസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. 1 വർഷമാണ് നമ്മുടെ ബാച്ചിന്റെ വാലിഡിറ്റി. 2026 വരുന്ന എല്ലാ ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാമും നമ്മൾ ഈ ഒരു ബാച്ചിൽ കവർ ചെയ്യും. എല്ലാ സിലബസും പ്രിലിംസും മെയിൻസും, അതുകൂടാതെ നിങ്ങൾക്ക് PO ആകുമ്പോൾ ഇന്റർവ്യൂ ഉണ്ടാകും, ഗ്രൂപ്പ് ഡിസ്കഷനും ഉണ്ടാകും. എല്ലാത്തിനുള്ള ഒരു സപ്പോർട്ട് നമ്മൾ ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇത് ബിഗിനേഴ്സിനുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, നമുക്ക് റിപ്പീറ്റേഴ്സിന് ഓൺലൈൻ ബാച്ച് ഉണ്ടോ? യെസ്,
നമ്മുടെ റിപ്പീറ്റേഴ്സ് ബാച്ച് 22-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. പ്രാക്ടീസ് ആണ് ഏറ്റവും അത്യാവശ്യം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പ്രാക്ടീസ് മാത്രമാണോ, ടോപ്പിക്സ് ഒന്നും പരിചയപ്പെടുത്തില്ലേ? ഉറപ്പായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു, റിപ്പീറ്റേഴ്സ് ആണെങ്കിലും നിങ്ങൾ 1 റൗണ്ട് എല്ലാ സബ്ജക്റ്റിന്റെയും എല്ലാ ടോപ്പിക്കും ഒന്ന് റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് കീ കോൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ട്രിക്സ് ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോ സബ്ജക്റ്റിന്റെയും ഓരോ ടോപ്പിക്കും 1 റൗണ്ട് റിവൈസ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും, അത് പ്രിലിംസിന്റെയും മെയിൻസിന്റെയും അതിനുശേഷം മാത്രമായിരിക്കും നമ്മൾ പ്രാക്ടീസ് സെറ്റിലേക്ക് കടക്കുക. സോ ഇതിലും 100% പ്രിലിംസും മെയിൻസും നമ്മൾ കവർ ചെയ്യും. കൂടാതെ ഇന്റർവ്യൂവിനും ഗ്രൂപ്പ് ഡിസ്കഷനും ഉള്ള ഒരു സപ്പോർട്ടും നമ്മൾ ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന വേറൊരു കാര്യമുണ്ട്, നമുക്ക് ഓഫ്ലൈൻ ഉണ്ടോ? ഓഫ്ലൈൻ ബാച്ച് ഉണ്ട്. നമ്മുടെ ഓഫ്ലൈൻ ക്യാമ്പസ് വരുന്നത് കോഴിക്കോടാണ്. സോ നിങ്ങൾക്ക് ഓഫ്ലൈൻ റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതേപോലെ ഓൺലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനിയും ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ വന്നു. ഇനി ഒരു കൺഫ്യൂഷൻ ഇല്ല, എന്നായിരിക്കും എക്സാം എന്ന് നമുക്ക് വ്യക്തമായ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. സോ അത് മനസ്സിൽ ഉറപ്പിക്കുക. ഇന്ന് തൊട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളാം. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.